നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി അവനെ കൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. പൂർവാധിക ശക്തിയോടെ അവൻ മടങ്ങി വരിക. സുസ്മിത എന്ന കരു തട്ടിക്കാളത്തിന് വെളിയിലിട്ട് ഇനി അവന് വിശ്രമമുള്ളൂ. അങ്ങനെ ഉണ്ടാവും പാടുള്ളൂ. താൻ കണ്ടോ, ഇനി കളിക്ക് ചൂടും ചൂരും ചുണയൊക്കെ കൂടും. എടാ ജഗദീപേ വരുവോ? വരുവടാ, വരാതിരിക്കൂല. എടാ ഇലക്ഷൻ റിസൾട്ട് വരുമോന്നല്ല ചോദിച്ചത്, ആ പെണ്ണ് വരുമോന്നാ സുസ്മിത. എടാ അതല്ലേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, വരുന്ന്. നിനക്കെന്താ ഇത്ര ഉറപ്പ്? അവളുടെ റിമോട്ട് കൺട്രോള് നിന്റെ കയ്യിലാണോ? അതെടാ, സുസ്മിതയുടെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിൽ തന്നെയാണ്. എടാ, അവളുടെ ഫ്രണ്ട് ഇല്ലേ ശ്രദ്ധ, അവളാണ് എന്റെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൺട്രോൾ. സുസ്മിതയുടെ നീക്കങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അവളാണ്. നേരത്തെ സുസ്മിതയെ നമ്മുടെ മുമ്പിൽ എത്തിച്ചിരുന്നത് ആരെന്നാ നീ എഴുതിയിരിക്കുന്നത്? എടാ അവളാണ് ഈ ശ്രദ്ധ. അവള് ഇപ്പൊ സുസ്മിത ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞ് ഈ ഹോട്ടലിന് പുറത്ത് കാത്തിരിക്കുക. അവള് വരുമോ? വരുമെന്ന് ഞാനല്ലേ പറഞ്ഞത്. എടാ വരാതിരുന്നാലുള്ള അവസ്ഥ നിനക്കറിയാലോ. പുറത്ത് കിടക്കുന്ന കാറ്, ഈ ഇരിക്കുന്ന ലാപ്ടോപ്പ്, നീ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇതിന്റെ എല്ലാം വാടക. പിന്നെ ഈ റെസ്റ്റോറന്റിന്റെ തറ വാടക. തറവാടക? ഇതേ മാന്യന്മാര് മാത്രം കയറുന്നൊരു ഹോട്ടലാ. അതിന് നിന്നെ പോലൊരു തറയെ ഇവിടെ ഇത്രയും നേരം ഇരുത്തുന്നതിന് കൊടുക്കുന്ന വാടകയാ തറ വാടക. ആ വരുന്നുണ്ട്. എന്താ? നമ്മള് കണ്ടിട്ട് ഒരുപാടായില്ലേ, ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. നീ അടുത്തുണ്ടെന്ന് അറിഞ്ഞപ്പോ നിന്നെയും കൂട്ടാന്ന് കരുതി. ഞാനിപ്പോ കറങ്ങാനുള്ള മൂഡിലൊന്നും അല്ല. എന്നാ വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഓ ഒന്നും വേണ്ടടി. എന്നെ എന്തെങ്കിലും കുടിക്കെങ്കിലും ചെയ്യാൻ പാടി. ഒരു റെസ്റ്റോറന്റിൽ കയറിയതിന്റെ ക്ഷീണതുവരെ മാറിയിട്ടില്ല. ഇവളുള്ള മൂഡ് കളയുമല്ലോ. ഇവളിത്ര ആഗ്രഹത്തെ വിളിക്കുന്നതല്ലേ, ഒന്ന് വാടി. ശരി വാ പോവാം. വാ. എടാ അവളെ ഒരാളെ കരുതി കാശ് എത്രയാ മുടക്കിയിരിക്കുന്നേ? നിനക്കിത് എന്തിന്റെ കേടാ? നീ ഈ കാണിക്കുന്ന ഷോയിലേക്ക് അവള് വീഴുമെന്ന് എന്താ ഉറപ്പ്? നിന്നെ പോലെ എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അവള്? അവള് വരൂടാ. പിന്നെ കോപ്പ. വരുന്നുണ്ട്. Come on, action. പറയണം സാർ. തൽക്കാലം നിന്റെ പുറമൊന്ന് മസാജ്. എടാ പട്ടി, നീ അവസരം മുതലെടുക്കാണല്ലേ? എടാ ആ മീൻ ചൂണ്ടേ കൊത്തിയ കാശ് എത്ര വന്ന് വീഴുന്ന? അന്ന് നിനക്കും ഉണ്ടാവും ഗുണം. മസാജ് ചെയ്യടാ. എന്നാ കുഴപ്പമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താൻ ആതിരയെ വിളിക്കണം, സംസാരിക്കണം, എന്നിട്ട് ആതിരയ്ക്ക് വാക്കു കൊടുക്കണം. ആതിരയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒന്നും സംഭവിക്കില്ല എന്ന്. തന്റെ വാക്കിന്റെ ഉറപ്പിന്മേൽ അവക്ക് സമാധാനം ഉണ്ടാവും. ഇപ്പൊ വിളിക്ക്. എടോ ഞാനല്ലേ പറയുന്നേ, താൻ വിളിക്ക്. സ്വിച്ച് ഓഫ് ആണല്ലോ. ഹലോ. അമ്മ, ആതിര എവിടെ? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സന്ദീപിന്റെ കാര്യം അറിഞ്ഞത് പിന്നെ അവൾ ആ മുറിക്കറി ഒറ്റയിരിപ്പാ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്നുണ്ടാവും.
സമാധാനിപ്പിക്കാവുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ നോക്കി. അവളെ കേൾക്കണ്ടേ? ആഹാരം കഴിപ്പില്ല, വെള്ളം കുടിയില്ല. അമ്മ അന്നത്തെ പോലെ അമ്മ ചെന്ന് അവളുടെ കൂടെ ഒന്ന് കിടക്കണം. അതിനവൾ സമ്മതിക്കണ്ടേ? വലുത് മുഖത്ത് നോക്കി പറഞ്ഞ കേട്ട ഭാവം നടിക്കില്ല. എങ്കിലും അമ്മ അവളെ ഒന്ന് നോക്കണം. അവള് വല്ല അബദ്ധവും കാണിക്കാതെ ഒന്ന് നോക്കിയേക്കണം. ഞാനിപ്പോ അങ്ങോട്ട് വരട്ടെ? ഇന്നിനി വരണ്ട മോളെ, ഇത്രയും സമയമായില്ലേ. ഞങ്ങൾ നോക്കിക്കോളാം അവളെ. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. ഇതോടെ തീർന്നല്ലോ എല്ലാം. അവക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്നാ അമ്മ വച്ചേക്ക്. അമ്മ അവളെ ശ്രദ്ധിച്ചേക്കണേ. അമ്മ എന്താ പറഞ്ഞത്? ആതിരവിടെ വാതിലടിച്ച് ഒരേ ഇരിപ്പാണെന്ന്, ഒന്നും കഴിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലെന്ന്. എന്റെ പേടി അതല്ല സച്ചേട്ടാ. ചുറ്റും നിന്ന് എല്ലാവരും സന്ദീപിന്റെ അനുകയുടെ കാര്യങ്ങൾ ശരിവെക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം അത് സത്യമാണെന്ന് നമുക്ക് തോന്നിയ നമ്മൾ ചെയ്തതും ചെയ്യുന്നതും ഒക്കെ വെറുതെ ആവില്ലേ? അങ്ങനെ അവർക്ക് തോന്നരുത്. സന്ദീപിനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് നമ്മളെക്കാളും ആതിരയാണ്. കാരണം സന്ദീപിന്റെ ഭാര്യയാണ് ആതിര. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി ഇത് ശരിയാണെന്നും അവസാനം സന്ദീപിന്റെ അനുകേടൻ കാര്യം എടുത്തി വിവാഹത്തിലേക്ക് എത്തിച്ച പിന്നെ നിസ്സാരമാവില്ലൊന്നും. നിയമപരമായി വിവാഹിതനായ ഒരാൾ ആ ഭാര്യയുമായുള്ള ബന്ധം വേർപെടുത്താതെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് നിയമത്തിന്റെ മുന്നിൽ വലിയ തെറ്റാണ്. നാളെ ഒരു സമയം എന്റെ അനിയനെ എല്ലാവരും അറിയേണ്ടത് ഒരു വിവാഹ തട്ടിപ്പുകാരൻ എന്ന പേരിലാവരുത്. അതിന് എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നത്. മനസ്സിലായി സച്ചേട്ടാ. എല്ലാത്തിനും ഒരു പരിഹാരം ഉടനെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. അതിനെല്ലാം മുന്നേ എനിക്ക് ആതിര ഒന്ന് കാണണം. എന്നിട്ട് അവക്ക് ഉറപ്പ് കൊടുക്കണം, എന്ത് വന്നാലും അവളുടെ ഭർത്താവിനെ നമ്മൾ തിരികെ കൊടുക്കുമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൺസേൺ ലെറ്റർ ഒപ്പിട്ട് വാങ്ങിയില്ലേ? ഇല്ല ഡോക്ടർ, അവരത് കയ്യിൽ വെച്ച് എന്തൊക്കെയാ ചെയ്യുക. ഇതെന്താ നിങ്ങൾക്കൊരു സീരിയസ്നെസ് ഇല്ലാത്തത്? നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ജീവനാണ് അകത്ത് മരണത്തോട് മല്ലടിക്കുന്നത്. ഒരു കൺസേൺ ലെറ്റർ സൈൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ഇപ്പൊ തരാം ഡോക്ടർ. എടി ഗൗരി, ഇത് നിന്റെ പണിയാണെങ്കിൽ ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം. എന്റെ കയ്യില് ഈ രക്ഷാമോതിരം ഉള്ളിടത്തോളം നിനക്കെന്നെ തൊടാൻ കഴിയില്ല. ഈ പേപ്പറിൽ നീ സൈൻ ചെയ്യാതിരിക്കാൻ എനിക്ക് നിന്നെ തൊടേണ്ട ആവശ്യമില്ല ശ്രേയ. എന്താ ഇത്? അതെ, ഇവിടെ സമയത്തിന് വലിയ വിലയുണ്ട്. നിങ്ങൾക്ക് വെച്ച് കളിക്കാനുള്ളതല്ല ഇത്. ഇതിലൊന്ന് വേഗം സൈൻ ചെയ്യൂ. ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നുണ്ട്, മഹിയേട്ടന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ. ഇവർക്ക് ആർക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാ ഇവൾക്കുള്ളത്? ശ്രേയ, എന്താ നിന്റെ പ്രശ്നം? മഹിയുടെ ഓപ്പറേഷൻ പെട്ടെന്ന് നടക്കുന്നതാണോ വലുത്, അതോ ആരാണ് ഒപ്പിടുന്നെന്നുള്ള ഈഗോ ജയിക്കുന്നതാണോ വലുത്? അതല്ല അങ്കിൾ ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ, നീ പറഞ്ഞത് ശുദ്ധ വിവരലൈമയാ. മഹി ഇവിടെ അഡ്മിറ്റ് ചെയ്തത് മുതൽ കൂടെയുള്ളത് ഗംഗയാ. മഹിയുടെ കുഞ്ഞ് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും ഗംഗയോടാ. ഈ ഹോസ്പിറ്റലിലുള്ളവർക്ക് സ്വന്തങ്ങളും ബന്ധങ്ങളും അറിയില്ലെങ്കിലും കാണുമ്പോൾ ഏറ്റവും ദുഃഖിക്കുന്നതും അടുപ്പമുള്ള ആളായി തോന്നുന്ന ആളുടെ കയ്യിൽ അവർ ലെറ്റർ കൊടുത്തെന്നിരിക്കും. അത് കൊടുത്തിട്ട്
ആരെങ്കിലും സൈൻ ചെയ്യുന്നാണ് ആ സിസ്റ്റർ പറഞ്ഞത്. അതപ്പൊ തന്നെ ഗംഗയോ ഞങ്ങൾ ആരെങ്കിലും അത് വാങ്ങി സൈൻ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ പിന്നെ 10 മിനിറ്റെങ്കിലും ലാഭിച്ചേനെ. ഇവിടെ ഉള്ളവരിൽ ആരെ എന്ത് ബോധിപ്പിക്കാനാ നീ ഈ ഷോ കാണിക്കുന്നത്? വേണ്ട വിശ്വട്ട, ഒന്നും പറയണ്ട. മൈക്ക് വയ്യാത്തതിന്റെ പേരില് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. ഞാൻ ഈ ചെയ്യുന്നതിന്റെയും പറയുന്നതിന്റെ അർത്ഥം ആർക്കും ഇപ്പൊ മനസ്സിലാവില്ല. ഒടുവിൽ നഷ്ടങ്ങൾ വരാൻ പോകുന്നത് എനിക്ക് മാത്രമായിരിക്കും. അതിനാരെയും ഞാൻ അനുവദിച്ചു തരൂന്ന് വിചാരിക്കണ്ട. ആരെയും. പാവം മഹിക്ക് വയ്യാണ്ടായതിന്റെ ടെൻഷനും ഫ്രസ്ട്രേഷനും കാരണമാ ശ്രേയ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. ഇതൊന്നും സ്നേഹമല്ല ജത്തെ, ഇതൊരു തരം ഷോയാണ്. തന്റെ സ്ഥാനം ആർക്കും കിട്ടരുതെന്ന് മനസ്സിൽ കരുതി സ്വയം അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പക്വതയില്ലായ്മ. മഹിയോടുള്ള യഥാർത്ഥ സ്നേഹവും അടുപ്പവും എന്താണെന്ന് അറിയണമെങ്കിൽ ദാ അവിടേക്ക് നോക്കിയാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വളരെ വ്യക്തമായ മുന്നറിയിപ്പും നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നു. ഇനിയൊന്നും എനിക്ക് പറയാനില്ല. നീയൊന്നും പറയണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാനത് ചെയ്തോളാം. എല്ലാം കണ്ട് നീ നോക്കിയിരുന്നാ മതി. എന്റെ പ്രതികാരം തീർക്കാൻ ഞാൻ ആരുടെയും വാക്ക് കേട്ട് ഇന്നുവരെയും കാത്തിരുന്നിട്ടില്ല. ഇനി അത് പ്രതീക്ഷിക്കണ്ട. മാളുവിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ബോംബിൽ നിന്നും രക്ഷപ്പെട്ടാൽ ഇനി അവളെ കാത്തിരിക്കുന്നത് അതിലും മാരകമായ മറ്റു പലതുമായിരിക്കും. എന്താ അത്? അതൊക്കെ നീ കാത്തിരുന്ന് കണ്ടോ. മാളൂനെ തൊട്ടാ ഗൗരീവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. ഞാനിനി എന്ത് ചെയ്യാന്? എല്ലാം പറഞ്ഞു കൊടുക്കാനല്ലേ എന്നെ കൊണ്ട് പറ്റൂ. അവൻ ചെയ്യുന്നതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ. പക്ഷെ അവൻ മാളൂനെ ഉപദ്രവിക്കുന്ന സമയത്ത് ഗൗരി ഗുരുവമ്മയുടെ ഏതെങ്കിലും കവചത്തിൽ പെട്ടുപോയാ അതോടെ എല്ലാം തീരും. മാളൂന് എന്തെങ്കിലും പറ്റിയാ എന്റെ സ്വപ്നങ്ങളും തകരും. മഹിയേട്ടനും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കാതെ വരും. എന്ത് ചെയ്യും ഞാൻ? ഇപ്പൊ മരുന്നിന്റെ സെഡേഷനിലാണ്. ഇനി ഓപ്പറേഷൻ കഴിയും വരെ മഹി ICUലേക്ക് മാറ്റുകയാണ്. ആരും അധികം അടുത്തേക്ക് വരണ്ട. മുറിവിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടാവും. ഇഞ്ചുറിക്കെല്ലാം നല്ല ആഴമുണ്ട്. ശരി. എന്റെ അമ്മ എന്നെ വിട്ടു പോയതുപോലെ അച്ഛനും പോവോ? മാളു, എനിക്ക് ആരും ഇല്ലാതാവോ? ഇല്ല മാളു, മഹേട്ടനൊന്നും സംഭവിക്കില്ല. ശ്രീ മഹേശ്വരൻ മഹേട്ടനെ രക്ഷിക്കും. മോള് ഇങ്ങനെ വിഷമിക്കണ്ട. എങ്കിൽ ഗംഗയും കരയണ്ട. മാളു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് എളമയ്ക്ക് കയറി കൊള്ളേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്. ആ സംഭവം നടന്നപ്പോഴേ അച്ഛൻ മുള്ളും മുനയും വെച്ചാ സംസാരിച്ചത്. ഈ കുടുംബത്തിലുള്ള ശത്രു ദക്ഷയാണ്. നീ ദക്ഷയുടെ ഭാഗത്തല്ലേ?
എന്നുവെച്ചാ ഞാൻ ചെയ്തു എന്നോ? കേബിൾ മുറിച്ചു വെച്ചാൽ ട്രിപ്പ് ആവുന്ന ആർക്കും അറിയാത്തത്. ഞാൻ എന്തിനാ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുന്നേ? ട്രിപ്പായെങ്കിൽ സഞ്ജു തെറിച്ചു വിടാൻ കാരണമെന്ത്? പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാതെയാണോ അച്ഛൻ സംസാരിക്കുന്നത്? എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്തിനാ ഈ വീട്ടിൽ നിൽക്കണം? ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. ആര് നിന്നെ തടയുന്നു? പോകുന്നെങ്കിൽ പോയിക്കോ. കവിത അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുന്ന ആരും കരുതണ്ട. എനിക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. അവകാശം പറയാൻ നീ എന്തെങ്കിലും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുമ്പോ കൊണ്ടുവയ്ക്കും. അതിനാരും നിന്നെ തടയാൻ വരില്ല. മോളെ, നീ ഈ ബാഗ് എടുത്തോണ്ട് പോ. കവിതേ, നീ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ജയിക്കാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പറയരുത്. എന്നാണ് ഞാൻ ജയിച്ചിട്ടുള്ളത്? നിങ്ങളൊക്കെ എന്നെ തോൽപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു ജീവിതമൊക്കെ വെച്ച് നീട്ടി മോഹിപ്പിച്ചവരല്ലേ നിങ്ങള്. എനിക്കെങ്ങനെ ഒരു ഗതി വരുത്തി വെച്ചിട്ട് എവിടുന്നോ വന്ന് കയറി ഇവളെ മരുമകളായിട്ട് വാഴിച്ചു. അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിന്റെ അധപതനം. ഈ കുടുംബത്തിനു വേണ്ടിയും ബിസിനസിനു വേണ്ടിയും ഞാൻ അധ്വാനിച്ചതിൽ കൂടുതൽ ആര് പണിയെടുത്തിട്ടുണ്ട്? അച്ഛന് ശേഷം മുകുന്ദട്ടൻ ബിസിനസ് കൊണ്ട് നടന്ന കുളം തോണ്ടി ആ കമ്പനി, അതിന് ഞാൻ ലാഭത്തിൽ എത്തിച്ചിട്ടാ സഞ്ജു വന്ന് MD സ്ഥാനം ഏറ്റെടുത്തത്. ഇന്നിപ്പോ ബിസിനസിന്റെ അവസ്ഥ എന്തായി? പകുതി ഷെയർ പിടിച്ചു വാങ്ങാനായി ദക്ഷ നിൽക്കുന്നു. വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊക്കെ? മംഗലശ്ശേരി വീടും ബിസിനസ്സും ഒക്കെ ഇപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല. വീട്ടില് ഒരുത്തന് 2 ഭാര്യമാര്. കമ്പനിയുടെ പകുതിക്ക് പുതിയൊരു അവകാശിയുണ്ടായി. മംഗലശ്ശേരി ഗ്രൂപ്പിൽ നിന്ന് ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. നീ അതിന് സ്വപ്നം കാണുകയും വേണ്ട. ഗംഗാധര പണിക്കര് മരിച്ചിട്ടൊന്നുമില്ല. പൊരുതാനുള്ള ചങ്കൂറ്റി ഇപ്പോഴും ഉണ്ട്. നിനക്ക് ഷെയറായി 1 രൂപ പോലും ഞാൻ തരില്ല. ഇറങ്ങുന്നെങ്കിൽ ഒഴിഞ്ഞ കയ്യുമായി. എന്നെ പോലൊരു വിഷജന്തു ഈ കുടുംബത്തിൽ വന്ന് പിറന്നതാ ഈ വീടിന്റെ ശാപം. പൊയ്ക്കോ, ഈ കുടുംബം രക്ഷപ്പെടിക്കട്ടെ. ഇനി എവിടെ രക്ഷപിടിക്കാന്? കഴുത്തോളം മുങ്ങുമ്പോഴുള്ള ഈ ധൈര്യം കൊള്ളാം. അതെന്നും ഉണ്ടാവണം. പിന്നെ എനിക്ക് അവകാശപ്പെട്ടത് വാങ്ങിയിട്ടേ ഞാൻ പോകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഷഷ്ടി പൂർത്തിയെ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കാം. അല്ലേ സമേ? അത് വേണ്ട അമ്മേ? പിന്നെ വേണം വേണം. ഗോപിയേട്ടൻ കിടപ്പിലാണെങ്കിലും ഷഷ്ടി പൂർത്തി ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ആഘോഷിക്കണം. അച്ഛന്റെ ഷഷ്ടിപൂർത്തി ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് ദേവമ്മയും പറഞ്ഞു. പിന്നെ ഷഷ്ടിപൂർത്തിക്ക് ദേവമ്മ വരാന്നും പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം മുഴുവൻ ദേവമ്മയ്ക്ക് അച്ഛന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്.
പാർവതി, ഗായത്രി ചേച്ചിയുടെ ഓർമ്മ ദിവസത്തിന്റെ അന്ന് ഗായത്രി ചേച്ചി വരുമെന്ന് നീ പറഞ്ഞില്ലേ? അന്ന് ഗായത്രി ചേച്ചി വന്നില്ല. ഇപ്പതേ ഷഷ്ടി പൂർത്തിക്ക് ചേച്ചി വരുമെന്ന് നീ പറയുന്നു. എന്താ പാർവതി നിന്റെ ഉദ്ദേശം? അമ്മേ, ഓർമ്മ ദിവസം അമ്മയുടെ ആത്മാവ് ഇവിടെ വന്നിരുന്നു. പക്ഷേ അന്ന് അമ്മയെ പാർവതിക്കല്ലാതെ മറ്റാർക്കും കാണാൻ പറ്റിയില്ല. അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എന്തായാലും ഇത്തവണ ദേവമ്മ വരും, അതെനിക്ക് ഉറപ്പാ. അമ്മ വരട്ടെ. അമ്മയോടൊപ്പം അച്ഛന്റെ ഷഷ്ടിപൂർത്തി ഒരു ഉത്സവം പോലെ നമുക്ക് ആഘോഷിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഗായത്രി ചേച്ചിയുടെ ആത്മാവും പ്രേതമൊന്നും വരില്ല എന്നും അതൊക്കെ പാർവതിയുടെ വേറെ സൃഷ്ടികളാണെന്നും? ഞാനാ പറഞ്ഞതൊക്കെ തെറ്റാണ് സുശീലാന്റി. ഗായത്രി ദേവിയുടെ ആത്മാവ് ഇവിടെ വരാറുണ്ട്. എന്തടിസ്ഥാനത്തിലാ നീ പറയുന്നേ? പറ ജാസ്മിൻ, ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇവിടെ വരുന്നത് നീ കണ്ടിട്ടുണ്ടോന്ന്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ എന്റെ മൊബൈലിലെ ക്യാമറയില് ഗായത്രി ദേവിയുടെ രൂപം പതിഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശാലിന് വേണ്ടി താരാട്ട് പാടുന്ന ഗായത്രി ദേവിയാ ആ വീഡിയോയിൽ ഞാൻ കണ്ടത്. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. നിന്റെ മൊബൈൽ ക്യാമറയിൽ ഗായത്രി ചേച്ചിയുടെ രൂപം പതിഞ്ഞുന്നോ? വിശാലിനൊരു ട്രാപ്പിലാക്കി പാർവതി ഒഴിവാക്കാൻ ഞാനൊരു പ്ലാൻ ഒരുക്കിയായിരുന്നു. നീ പറയുന്നത് സത്യമാണോ ജാസ്മിൻ? സത്യമാണ് ആന്റി. ആ വീഡിയോയിൽ ഗായത്രി ദേവിയുടെ ആത്മാവിനെ ഞാൻ കണ്ടതാ. എന്നിട്ട് വീഡിയോ എവിടെ? അത് ഞാനൊന്ന് കാണട്ടെ. നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആന്റി, ആ ഫോൺ നശിച്ചുപോയി. ജാസ്മിൻ, നീ വെറുതെ എന്നെ കൊരങ്ങളിപ്പിക്കല്ലേ. ഫോൺ നശിച്ചു പോയെന്നോ? ഞാനിതൊന്നും വിശ്വസിക്കില്ല. ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കുക. അയ്യോ അല്ല ആന്റി, ഞാൻ ആന്റിയെ പറ്റിക്കുന്നതല്ല. ശരിക്കും ആ ഫോൺ കേടായതാ. അതെങ്ങനെ പെട്ടെന്ന് കേടായി? ഓ, ഇനി അതും ഗായത്രി ചേച്ചിയുടെ ആത്മാവിന്റെ കളിവല്ലോ ആണോ? എന്താന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോ ഗായത്രി ദേവിയുടെ ആത്മാവിന്റെ ശക്തി കാരണം ആ ഫോൺ നശിച്ചതാവാം. ഓ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭ്രാന്തി പിടിക്കുന്നുണ്ട്. ഫോൺ എങ്ങനെ കേടായെന്ന് നീ ഒന്ന് കൃത്യമായിട്ട് പറ ജാസ്മിൻ. ആന്റി, ഗായത്രി അമ്മയുടെ ആത്മാവ് വീഡിയോയിൽ പതിഞ്ഞ വിവരം പറയാനായി ഞാൻ പ്രഭാവതി ആന്റിയെ കാണാൻ അങ്ങോട്ട് ചെല്ലായിരുന്നു.
എന്താ ജാസ്മിൻ ഇത്? ശ്രദ്ധിച്ചു വരണ്ടേ? അങ്ങനെയാ ആ മൊബൈൽ ചീത്തയായത്. അല്ലായിരുന്നെങ്കിൽ ആന്റിക്ക് ആ വീഡിയോ ഞാൻ ഇപ്പൊ കാണിച്ചു തന്നേനെ. പിന്നെ ഗായത്രി ചേച്ചിയുടെ ആത്മാവേ മൊബൈൽ ക്യാമറയിൽ പതിയാൻ പോവല്ലേ? ആന്റി, ഇതെല്ലാം പാർവതിയുടെ സൃഷ്ടി മാത്രമാണ്. 16 വർഷം മുമ്പ് മരിച്ച ഗായത്രി ചേച്ചി ഇപ്പൊ വീണ്ടും വരാൻ പോവല്ലേ? ഓരോരോ കെട്ടുകഥകള്. അയ്യാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഇത്? അയ്യോ, ഞാൻ മുന്നേ പറഞ്ഞില്ലേ, കോൾഡ് നോക്ക്, തൊണ്ടയ്ക്ക് പ്രശ്നോ. ടാബ്ലറ്റ് ഉണ്ട്. ഈ പ്രോബ്ലം ഇടയ്ക്ക് വരുന്നതാ. ടാബ്ലറ്റ് ഗസ്റ്റ് റൂമിലാ എന്റെ ബാഗില്. ഞാൻ എടുത്തിട്ട് വരാം. വിസ്മയ, പോട്ടെ, സാരമില്ല. വിഷമിക്കാതെ, കുഴപ്പമില്ല. എന്താ? എന്താ? നീ ഇടയ്ക്ക് പാട്ട് നിർത്തിയോ? ഇല്ല, എന്താ കാര്യം? പിന്നെ എന്താ സംഭവിച്ചേ? മൈക്കിന്റെ പ്രശ്നമാണോ? കേബിള് കട്ടായതാണോ? കട്ടായതല്ല, കട്ടാക്കിയതാ. നിങ്ങള് ശ്യാമയുടെ അമ്മയോട് കാണിച്ച ക്രൂരതയ്ക്ക് കണക്ക് തീർക്കുന്നതൊക്കെ പിന്നെ. ആദ്യം ഫംഗ്ഷൻ നടക്കട്ടെ. ചെല്ല്, മോളെ കൊണ്ട് പാടിക്കേ. വിസ്മയെ കൊണ്ട് പാടിക്കാൻ. ഏയ്, സാരമില്ല. ടാബ്ലറ്റ് കഴിക്കുമ്പോ ചുമ മാറിക്കോളും. പിന്നെ പാടാം. കുഴപ്പമൊന്നുമില്ല. സോറി, ടാബ്ലറ്റ് എടുക്കാൻ മറന്നു. മോളെ പോവാം. സോറി കേട്ടോ, പാടാൻ പറ്റില്ല. പോവാ. വരാനാ പറഞ്ഞു. അനുഗതി, അപ്പൊ പാടുന്നില്ലേ മോള്? ഇന്ന് പറ്റില്ല, വേറൊരു ദിവസം പാടാം. പോകാൻ വരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമയുടെ അമ്മയെ മനഃപൂർവ്വം കേസ് ഉണ്ടാക്കി സ്റ്റേഷനിലാക്കി. അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയ ശ്യാമയെ പാടാമെന്ന് സമ്മതിപ്പിച്ചത്. പക്ഷെ ഇന്ന് ഇപ്പോ എല്ലാം കൈയോടെ പിടിച്ചിരിക്കുക. ഞാൻ വെല്ലുവിളിക്കുക. ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇപ്പൊ വിസ്മയ പാടത്തെ.
പാടാനാ പറഞ്ഞത്. പാടാൻ. അമ്മേ, അയ്യോ അയ്യോ മോളെ, വിസ്മയ, എന്താ എന്താ മോളെ? കണ്ടോ, ഇതും അഭിനയ. പാടാൻ ഇവൾക്ക് കഴിവില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ട്രിക്കായത്. ഏയ്, എന്താ? ഈ പറഞ്ഞതൊക്കെ എങ്ങനെ നടക്കാനാ? വിസ്മയ്ക്ക് വേണ്ടി ശ്യാമ പാടുകയെ. കേട്ടിട്ട് അത്ഭുതം തോന്നുക. അതെ, പറഞ്ഞതൊക്കെ സത്യമാണ്. ഇവൾ ഓരോന്ന് പറഞ്ഞ് ആനന്ദേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇതൊന്നും നടക്കില്ല. അതിനുള്ള കഴിവ് ഈ ശാവയ്ക്കുണ്ടോ? സംഗീതം എന്ന് പറഞ്ഞ എന്താന്ന് വിചാരിച്ചിരിക്കുന്നേ? അത് ഏറ്റവും വലിയ സിദ്ധിയാ. ദൈവം അത്ര പ്രിയപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന വരദാനം. ഇവൾക്ക് ശ്യാമ ഏയ് പാടാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനോ താനോ വിചാരിച്ചാൽ ദർശനയും സൗഭാഗ്യയും കണ്ടുപിടിക്കാൻ പരിധികളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന് പ്രധാന കാരണം നമുക്ക് ഈ നാടത്ര പരിചയം പോരാ എന്നതാ. നാട്ടുകാരെയും പരിചയക്കുറവുണ്ട്. സത്യം പറഞ്ഞ ഈ രാധ നമ്മുടെ മൂക്കിന് കീഴിൽ ഒളിച്ചാൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാ അവസ്ഥ. അതിനെ പറ്റിയ ഒരാളുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ വരുന്നയാൾ നമ്മളെപ്പോലെയല്ല. ഈ നാട്ടിൽ നിറയെ ബന്ധങ്ങളുണ്ട് അയാൾക്ക്. ഒരുപാട് ഇവന്റുകൾ നടത്തുകയും ഒരുപാട് പേരെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അയാൾ. ഓഹോ, ആരാ ആ മഹാൻ? സാറിന് ഇത്ര ഇംപ്രസ് ചെയ്ത ആ മഹാന്റെ പേരെന്താ? ആളാ വരുന്നത് തന്നെയാ. അമ്മ ഇവന്റ്സിലെ പ്രസാദ്. ആഹാ, ഇയാളാണ്. തീർച്ചയായിട്ടും ഇയാൾക്കറിയാതിരിക്കൂല. സാറിന്റെ ചോയ്സ് സൂപ്പറാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് പ്രസാദ്. രാവിലെ സാർ വിളിച്ച് കാണണമെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാനൊരു മീറ്റിംഗിന് പോകാൻ തയ്യാറെടുക്കായിരുന്നു. 5 മിനിറ്റ് മതിയെന്ന് സാർ പറഞ്ഞതുകൊണ്ടാ ഇതുവഴി വന്നത്. ഞാൻ നിങ്ങളെ ലേറ്റാക്കുമൊന്നും അല്ല പ്രസാദ്. വളരെ വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. അയ്യോ സാരമില്ല സർ, കാര്യം പറഞ്ഞോളൂ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ടോ. തൽക്കാലം ഞാൻ ചുരുക്കി പറയാം. എന്റെ കുറച്ച് ബന്ധുക്കളെ, കൂടപ്പിറപ്പുകളെ എന്ന് തന്നെ പറയാം, 3 പെൺകുട്ടികളെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാണാതെയായി. എവിടെ പോയി എന്ന് ഇതുവരെയും അറിയില്ല. അവരുടെ 1-2 ഫോട്ടോകൾ മാത്രമേ ഇപ്പൊ എന്റെ കയ്യിലുള്ളൂ. പഴയ ഫോട്ടോ വെച്ച് പുതിയ ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കണം സർ?
പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോ എല്ലാവരും വലുതായി മുഖച്ഛായ തന്നെ മാറിക്കാണില്ലേ? കറക്റ്റാ. പക്ഷേ ഇവിടെ ആ വിധിയുടെ നിയോഗം എന്ന് പറയേണ്ടത്. തന്റെ അനിയൻ ഹരിയുടെ ആ സുഹൃത്തില്ലേ ആര്യ എന്ന ചിത്രകാരി, ആ കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്തു കറക്റ്റ് സമയത്ത്. ആഹാ, അത് കൊള്ളാലോ. ആര്യ എങ്ങനെ ഹെൽപ്പ് ചെയ്തു? അവള് വലിയ അനുഗ്രഹങ്ങളും കഴിവുകളും ഉള്ള കുട്ടിയാണ് പ്രസാദ്. ഓ, കാണാതെ പോയ ആ കുട്ടികളുടെ പഴയ ഫോട്ടോ നോക്കി അവരുടെ ഇന്നത്തെ രൂപം ആര്യ എനിക്ക് വരച്ചു തന്നു. ഏയ്, അത് വെറുതെ. അങ്ങനെയൊക്കെ സാധിക്കോ? ആരുടെങ്കിലും ചിത്രം വരച്ചതെന്ന് അവള് കുസൃതി കാണിച്ചതാവും. ഏയ് അല്ലടോ, അതിലൊരാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. കൃത്യം ഡിറ്റോ അതുപോലെ തന്നെ ആര്യ വരച്ചു തന്നത്. ആഹാ, ആണോ? അത് വലിയ അത്ഭുതമാണല്ലോ. അല്ല, ഇക്കാര്യത്തിൽ ഞാനെന്താ ചെയ്യേണ്ടെന്ന് സാർ പറഞ്ഞില്ലല്ലോ. താൻ ആ ചിത്രങ്ങളൊന്ന് കാണണം. 3 പെൺകുട്ടികളിൽ ആരെയെങ്കിലും താൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് തീർച്ചയായും. നോക്കി നിൽക്കാതെ ചിത്രങ്ങൾ എടുത്തോണ്ട് വാടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭർത്താവ് എങ്ങനെയാ ഭാര്യയ്ക്ക് ശല്യമാവുന്നത്? ചേച്ചി ഇതിൽ ഇടപെടരുത് പ്ലീസ്. ചേച്ചി ഇടപെടണ്ടേ? അതെന്താ കാര്യം? നീ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളണോന്ന് തിട്ടൂരം വല്ലതും പുറത്തിറക്കിയിട്ടുണ്ടോ ഈ വീട്ടില്? വിശന്നു വലഞ്ഞ് ആഹാരത്തിന് മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളോട് നിന്ദിക്കുന്ന വർത്തമാനം പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? എനിക്ക് അത്ഭുതം. എനിക്ക് ഇയാളെ കാണുന്നതേ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, എനിക്ക് വെറുപ്പാ. വേണ്ട ഏട്ടത്തി, ആരതി ഒന്നും പറയണ്ട. അവളുടെ മനസ്സ് നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അല്ല. അത് പറയാൻ നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കിയാൽ മാത്രം മതി ഈ വീട്ടില്. നിന്റെ കാര്യം പറയാൻ മുരളിക്ക് ഒരു അവകാശമില്ല ഈ വീട്ടിൽ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് മുരളി, വെറും ഒരു അന്യ പുരുഷനല്ല. ഒരു താലി, ആ സാധനം വലിച്ചു പൊട്ടിച്ച് മുഖത്തേക്ക് എറിഞ്ഞാ തീരോ ഈ ഭാരം? എങ്കിലത് ചെയ്യാൻ ഞാൻ ചെയ്യാം. ഇത് കെട്ടിപ്പോയതിന്റെ ഒറ്റ പേരില ഇയാളെ ഞാൻ ചുമക്കേണ്ടി വരുന്നതെങ്കിൽ എനിക്കിത് വേണ്ട. ഏടത്തി, എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയത്? എന്ത് കാരണത്തിന്? നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയത്? എന്നെ തല്ലാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്നെ? ആരാ നിങ്ങൾ? എന്റെ പെറ്റമ്മയാണോ? അല്ലല്ലോ. മോളെ, മോള് കുറെ ആയി ഈ മോളെ വിളി കേൾക്കുന്നു. കുറെ നാളായി നിങ്ങൾ എന്നെ പറ്റിക്കുന്നു. ഇനി ഞാനത് സമ്മതിച്ചു തരില്ല. എനിക്ക് വേണ്ട നിങ്ങളുടെ ഈ രക്തബന്ധം. ഞാൻ ആവുന്നത്ര പറഞ്ഞതാ എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന്. സമ്മതിച്ചില്ല. എല്ലാരും കൂടി എന്റെ തലയിൽ പിടിച്ചു വെച്ച് തന്നു ഇയാളെ. എന്റെ ജീവിതം ഏത് നാശക്കടലിൽ പോയി മുങ്ങിയാലും നിങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ ജീവിക്കണം, സന്തോഷിക്കണം. അതിനു വേണ്ടി എന്റെ ജീവിതമാ നിങ്ങൾ കുരുതി കൊടുത്തത്. എന്നിട്ടിപ്പോ തല്ലാനും ചട്ടം പഠിപ്പിക്കാനും വന്നേക്കുന്നു.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആകെ അസ്വസ്ഥമായല്ലോ മനസ്സ്. ഒരു വിവരവുമില്ലല്ലോ രാജലക്ഷ്മി. എന്ത് വിവരം? അല്ല, നന്ദിനിയെയും മീനാക്ഷി കൊച്ചിനെയും കാർത്തിക് കണ്ടെത്തിയൊന്നും അറിയില്ലല്ലോ. കണ്ടെത്തിയാലും കണ്ടെത്തിയില്ലെങ്കിലും എനിക്കൊരു വിഷമവും ഇല്ല. അതെന്റെ വിഷയമല്ല. അത് നിന്റെ വിഷയമല്ല നീ പറയും, പക്ഷേ അത് നിന്റെ വിഷയം തന്നെയാ. മനസ്സ് കലങ്ങുന്ന തീരുമാനങ്ങൾ നീ എടുക്കും, പിന്നെ ആരും അറിയാതെ നീ ഇരുന്ന് കരയും. എന്റെ പ്രാണന്റെ പകുതിയായവളെ എനിക്കറിയില്ലേ. പിണങ്ങരുതെന്ന് പ്രതിജ്ഞ എടുത്ത് തുടങ്ങിയ ജീവിതമാണെങ്കിലും ഇടങ്ങിയും പിണങ്ങിയും എത്ര കാലമായി ജീവിക്കുന്നു. നിന്റെ വികാര വിചാരങ്ങളും നിന്റെ മനോവ്യാപാരങ്ങളും എനിക്ക് മനഃപാഠമാണ്. നിന്റെ മനസ്സിപ്പോ കാലവർഷത്തിലെ കലങ്ങിമറിയുന്ന പുഴ പോലാണെന്ന് എനിക്കറിയാം. അത് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ അവളെ സ്നേഹിച്ച പോലെ ആരും അവളെ സ്നേഹിച്ചു കാണില്ല. ഞാൻ അരുതെന്ന് പറഞ്ഞതൊക്കെ അവള് ചെയ്തു. ഞാൻ തെറ്റെന്ന് പറഞ്ഞതൊക്കെ അവളുടെ ശരികളായിരുന്നു. പിന്നെ പിന്നെ നുണകളെ മാത്രം പറഞ്ഞുകൊണ്ട് അവളെന്നെ വെല്ലുവിളിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്റെ ശത്രുക്കളെ അവളെ മിത്രങ്ങളാക്കിയപ്പോ എനിക്ക് സഹിക്കാനാവോ? മകനെ മനസ്സിൽ നിന്ന് പടികടത്തി വിട്ട് നീറി നീറി ജീവിക്കുന്ന ഒരു അമ്മയാ ഞാൻ. മകളായി കരുതിയവളെയും പടിയിറക്കി വിട്ടു. ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി ഈശ്വരൻ എനിക്ക് തരും. വാക്കുകൾ കൊണ്ട് യുദ്ധം ജയിച്ചു നിൽക്കാനൊക്കെ നിനക്ക് പറ്റും, പക്ഷേ നിന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നന്ദിനെ നിനക്ക് മറക്കാൻ പറ്റുമോ? നിന്നോട് ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ കുഞ്ഞുമകളെ നിനക്കിനി മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? എനിക്ക് എനിക്ക് കൈമളേട്ടാ, എനിക്ക് രാജലക്ഷ്മി, രാജലക്ഷ്മി, കമലേട്ടാ, രാജലക്ഷ്മി, രാജലക്ഷ്മി, എനിക്ക് അയ്യോ രാജലക്ഷ്മി, കൈമളേട്ടാ, നിനക്കൊന്നുമില്ല. കൈമളേട്ടാ, സൗത്രി, മാലതി, നിനക്കൊന്നുമില്ല. കൈമളേട്ടാ, ആരുമില്ല ഇവിടെ. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഒന്ന് വേഗം വാ. കൈമളേട്ടാ, നിനക്കൊന്നുമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സത്യശീല, വണ്ടി ഇറക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഡോക്ടറെ, എന്റെ അമ്മയാ. അമ്മയ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഏതായാലും ഇഞ്ചക്ഷനും മരുന്നും കുറിച്ചിട്ടുണ്ട്. അത് കഴിയട്ടെ. ശരി, താങ്ക് യു. സാവിത്രി, എന്താ സാവിത്രി, അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? അമ്മ ഇപ്പൊ ഇരിക്കുകയല്ല, കിടക്കുക. അമ്മയുടെ വിശേഷങ്ങൾ അറിയാനാണോ ഇങ്ങനെ പരക്കം പാഞ്ഞ് ഓടിയെത്തിയത്? അമ്മയെ ഞാനൊന്ന് കണ്ടോട്ടെ സാവിത്രി. അമ്മയുള്ള പരിസരത്ത് പോലും നിങ്ങൾ വന്നേക്കരുത്.
നിങ്ങൾ കാരണമാ എന്റെ അമ്മ ഹോസ്പിറ്റലായത്. സാവിത്രി, മിണ്ടരുത് നിങ്ങള്. ആശുപത്രിയിൽ വന്നിട്ടേ ആവശ്യമില്ലാതെ ഷോ കാണിച്ചാലേ അടിച്ച് ഞാൻ പുറത്താക്കും. അമ്മയുടെ മനസ്സ് തകർത്ത് കളഞ്ഞിട്ട് അവള് വന്നിരിക്കുന്നു. സ്വന്തം മക്കളെക്കാൾ അമ്മ സ്നേഹിച്ചതേ നിന്നെയാ. പരിശുദ്ധയായ നന്ദിനി എന്ന പരിവേഷം കിട്ടാൻ വേണ്ടി നിങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച നാടകം കണ്ട് അമ്മ മയങ്ങിപ്പോയി. ഒടുവിലല്ലേ നിങ്ങളുടെ തനി സ്വഭാവം അമ്മ മനസ്സിലാക്കിയത്. നിങ്ങളെ ഇത്രയും സ്നേഹിച്ച അമ്മയോട് ഇത്രയും ക്രൂരത നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി? സാവിത്രി, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വേഗം പൊയ്ക്കോളാം. സമ്മതിക്കില്ല ഞാൻ. ഇത്രയും നാള് ചതിച്ചതുപോലെ ഇനി എന്റെ അമ്മയെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ കണ്ണീര് കണ്ട് നൊന്തു പെറ്റ മൂത്ത മകനെ ഇരിക്കപ്പെണ്ണം വെച്ചിട്ട് നിങ്ങളെ ദത്തെടുത്തവളാ എന്റെ അമ്മ. മറ്റു മക്കളായ ഞങ്ങൾ ആരും നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതിരിക്കാനാ അമ്മ നിന്നെ ദത്തെടുത്തത്. ആ അമ്മയാ നീ ഇപ്പൊ ആശുപത്രിയിലാക്കിയിരിക്കുന്നത്. നീ അമ്മയെ തോൽപ്പിക്കാൻ നടക്കുന്നു. അതിന് നീ കണ്ട ആയുധം അമ്മ ജീവിതത്തിൽ ഏറ്റവും അധികം വെറുക്കുന്ന ആ മാധുരിയുടെ മകളെ. നീ ചവിട്ടി നിൽക്കുന്ന സ്ഥലം പോലും നശിച്ച് ദ്രവിച്ചു പോകും. സാവിത്രി, ദൈവത്താൽ ശപിക്കപ്പെട്ടവളാ നീ. നീ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. പോയിക്കോ. എന്റെ അമ്മയെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. പോകാൻ മുന്നീന്ന് നശിച്ചവള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.